ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾ പോയത് തബൂക്കിലേക്കാണ്. തബൂക്കിലെ മെയിനായിട്ടുള്ളൊരു മാളാണ് തബൂക്ക് പാർക്ക്. ഇത് അതിൻ്റെ അകത്ത് ഇക്കേ ബ്രാൻഡിൻ്റെ ഷോപ്പാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയത് കുക്കീസാണ് എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കരുതിയത് ഇവിടെ ഫർണിച്ചർ ഐറ്റം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് കുക്കീസ് പോലെ കഴിക്കാനുള്ള ഐറ്റം ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ കുറച്ച് ടൈം ആവാൻ വേണ്ടി ഞങ്ങൾ അകത്തെല്ലാം കയറുന്നു കണ്ടു. ഇത് ഞാൻ അതിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ഫോണിൻ്റെ പുറകിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. തബൂക്ക് പാർക്കിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഈ കടയുള്ളത്. ഇതാണ് റെസ്റ്റോറൻറ്റ് പുറമേ നിന്നുള്ള ലുക്ക്, ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ബിൽഡിംഗ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. അകഭാഗം അടിപൊളിയായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ബിൽഡിംഗ്, അതേ രീതിയിൽ ഈ റെസ്റ്റോറൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ അവർ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ തടിയിലാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടി ചെറിയ റൂം പോലെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഇവിടെ ഓർഡർ ചെയ്തു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. അങ്ങനെ അവിടുത്തെ പുള്ളിക്കാരൻ വന്ന് ടേബിളിന് മുകളിൽ വെള്ളിയൊക്കെ വിരിച്ചു. ഈജിപ്ഷ്യൻ യമനി ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതായത് മന്തി പോലത്തെ ഐറ്റം ആണെങ്കിലും ടേസ്റ്റ് വൈസ് വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിലധികം ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഓരോന്നോരോന്നായിട്ട് അവിടെ ടേബിളിലേക്ക് വെച്ചു. ഈ ശരിക്കും പറഞ്ഞാൽ റൈസിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ടേബിളിലേക്ക് വെക്കുന്ന റൊട്ടി പോലത്തെ ഐറ്റം ഇല്ലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ യമനി ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അതൊക്കെ. നമ്മുടെ ഓംപ്ലേറ്റ് ഇല്ലേ, അതിൻ്റെ സെയിം കറി പോലത്തെ ഒരു ഐറ്റം ഇവർക്കുണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ കഴിക്കുന്ന ടൈം ഫുൾ ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് സംസാരിച്ചിരുന്നു. ഇനി അടുത്തത് എന്താണെന്നുള്ള പ്ലാൻ ചെയ്യൽ. എല്ലാവരുടെയും വയർ ഫുള്ളാണ്, എന്നാലും ഒരു കോഫി കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ കോഫി ഷോപ്പിലേക്ക്. ഇതാണ് ഞങ്ങൾ കോഫി കുടിക്കാൻ പോയ ഷോപ്പ്. അതിൻ്റെ പുറത്തുള്ള ലൈറ്റിംഗ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. ഇപ്പം തബൂക്കിൽ പൊതുവേ നല്ല തണുപ്പായിക്കൊണ്ട് ഈ ഒരു സംഭവം അവർ നമ്മുടെ അടുത്ത് വെച്ച് തരും. ഇത് ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക ഷോപ്പിൻ്റെയും പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കോഫി എത്തി. സ്പാനിഷ് ലാറ്റയും കർക്കടയിലും, അതിൻ്റെ ഒപ്പം ഒരു ചോക്ലേറ്റ് കേക്കും. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കോഫി. അങ്ങനെ അവിടെ ഏകദേശം 1/4 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ റൂമിലേക്ക്. ഇനി തബൂക്കിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ തോട്ടമാണ് ഞങ്ങളുടെ റൂമിലേക്കുള്ളത്. ഇപ്പോൾ സമയം 3 മണിയായി. ഏകദേശം 4 മണിയായപ്പോഴാണ് ഞങ്ങൾ റൂമിലെത്തിയത്.